നമുക്ക് നാറ്റ്സിയം എന്ന പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് നാറ്റ്സിയം? ആ നാറ്റ്സിയം എന്ന പേരിൽ തന്നെ ഉണ്ട് NAT. നാറ്റ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആണ്. ഓക്കെ, സിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാൽഷ്യത്തിൽ നിന്നും എടുത്തിട്ടുള്ളത്. നാച്ചുറൽ കാൽഷ്യം നിങ്ങൾക്ക് തരുന്നതായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് എലമെന്റ്സ് വെൽനസിന്റെ നാറ്റ്സിയം എന്ന പ്രൊഡക്റ്റ്. നമ്മൾക്ക് എല്ലാവർക്കും നാറ്റ്സിയത്തിനെ കുറിച്ചിട്ട് അറിയുന്ന ഒരേ ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലിന്റെ മുട്ടുവേദനക്ക് കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് അല്ലെ. നമ്മളെല്ലാരും അങ്ങനെയാണ് ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള അറിവ്. അതിന്റെ അപ്പുറത്തേക്ക് ഒരു അറിവ് അങ്ങനെ ആർക്കും ഇല്ല. അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാപ്ലെറ്റ് ഫോമിലാണ് വരുന്നത്. എന്താണ് കാപ്ലെറ്റ്? കാപ്ലെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപ്സ്യൂളിന്റെ ക്യാപ്പും അതേപോലെ തന്നെ ടാബ്ലറ്റിന്റെ ലെറ്റും ആണ് കാപ്ലെറ്റ്. ഓക്കെ, അപ്പൊ ഇത് ക്യാപ്സ്യൂൾ ആണെന്ന് ചോദിച്ചാല് ക്യാപ്സ്യൂളിന്റെ ക്യാപ്പും അതേപോലെ തന്നെ ടാബ്ലറ്റിന്റെ ലെറ്റും കൂടി വന്നിട്ട് കാപ്ലെറ്റ് എന്ന ഒരു ഫോമിലാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കമ്പനി നൽകിയിട്ടുള്ളത്. അപ്പൊ ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് നോക്കാം. ടാബ്ലറ്റിന്റെ ഫോമിലുള്ള ക്യാപ്സ്യൂൾ സൈസിലുള്ള പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, നമ്മുടെ നാച്ചുറൽ കാൽസ്യം എന്ന് പറയുന്നത്. നാറ്റ്സിയം പ്രൊഡക്റ്റ് നമ്മുടെ ശരീരത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കാൽഷ്യം. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു ഘടകമാണ് കാൽഷ്യം. ഒരു മിനറൽ ആണത്. 99% നമ്മുടെ പല്ലുകളിലും എല്ലുകളിലുമാണ് കാണുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാലേ, നമ്മുടെ എല്ലുകൾ നല്ല വളർച്ചയ്ക്കും പല്ലിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്, ഒരു മിനറൽസ് ആണ് എന്ത്, കാൽഷ്യം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പൊ ബാക്കി 1% എവിടെയാണുള്ളത്? 99% എല്ലിലും പല്ലിലുമാണ് ഇരിക്കുന്നത്. ബാക്കി 1% വരുന്നത് രക്തത്തിലും മൃദുവായിട്ടുള്ള കോശങ്ങളിലുമാണ് കാണുന്നത്. അത് നമുക്കൊരു പുതിയൊരു അറിവാണ് അല്ലെ. നമ്മളെല്ലാവരും കാൽഷ്യം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചിന്തിക്കുന്ന കാര്യം എല്ലുകളുടെ വളർച്ചയ്ക്ക്, പല്ലുകളുടെ വളർച്ചയ്ക്ക്, അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുക. അപ്പൊ 99% അങ്ങനെയാണ്. ബാക്കി 1% വരുന്നത് നമ്മുടെ ബ്ലഡിലും അതുപോലെ തന്നെ മൃദുവായിട്ടുള്ള കോശങ്ങളിലുമാണ് അടങ്ങിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ശരീരത്തില് രക്തത്തില് എപ്പോഴൊക്കെയാണോ കാൽഷ്യം അധികമാകുന്നത് അപ്പോഴൊക്കെ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്നും ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എന്താണ്? കാൽസിറ്റോണിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഹോർമോൺ രക്തത്തിലേക്ക് വരികയും അങ്ങനെ രക്തത്തിൽ അമിതമായിട്ടുള്ള കാൽഷ്യത്തെ പല്ലുകളിലും എല്ലുകളിലും സൂക്ഷിച്ചു വെക്കുന്നു. അതായത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അപ്പൊ ഭാവിയിൽ എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ അപ്പൊ സ്റ്റോർ ചെയ്ത കാൽഷ്യം വലിച്ചെടുക്കും. ഓക്കെ, അതായത് നമ്മുടെ രക്തത്തിൽ 1% കാൽഷ്യം അടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ നമ്മുടെ രക്തത്തില് എപ്പോഴൊക്കെയാണോ കാൽഷ്യം അധികമായിട്ട് വരുന്നത് അപ്പോഴൊക്കെ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്നും ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ ഹോർമോണ് ആണ് കാൽസിറ്റോണിൻ. അപ്പൊ ഈ ഹോർമോൺ രക്തത്തിലേക്ക് വരികയും അങ്ങനെ രക്തത്തിൽ അമിതമായിട്ടുള്ള കാൽഷ്യത്തെ പല്ലുകളിലും എല്ലുകളിലും ഒക്കെ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അതായത് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഭാവിയിൽ എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ സ്റ്റോർ ചെയ്ത കാൽഷ്യം അത് വലിച്ചെടുക്കും. പിന്നെ നമ്മൾ പറഞ്ഞു 1% കാൽഷ്യം രക്തത്തിലാണ് ഉള്ളതെന്ന് പറഞ്ഞു അല്ലെ. അപ്പം രക്തത്തിൽ കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് കാൽഷ്യം. അതേപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ കാലിലൊക്കെ ഒരു മുറിവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബ്രെയിനിലേക്ക് ഒരു സിഗ്നൽ വിടുന്നതിന് എന്താണ്, നമ്മളിപ്പോ കാലിലൊരു മുറിവുണ്ടായി അപ്പൊ ആ ഒരു മെസ്സേജ് നമ്മളുടെ ബ്രെയിനിലേക്ക് വിടും. അപ്പൊ തിരിച്ച് ബ്രെയിന് എന്ത് ചെയ്യുന്നത്? കാലിലേക്ക് ഒരു സിഗ്നൽ വിടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ സ്വീകരിക്കാനും അതേപോലെ തന്നെ നമുക്ക് തിരിച്ചു കിട്ടാനും ഒക്കെ സഹായിക്കുന്നതിന് വലിയൊരു പങ്ക് വഹിക്കുന്ന മിനറൽ ആണ് കാൽഷ്യം. നമ്മുടെ തലച്ചോറിന്, നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മുറിവുണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിന് അതൊരു മെസ്സേജ് ആയിട്ട് പോകും. തിരിച്ച് തലച്ചോറ് ഇങ്ങോട്ടൊരു മെസ്സേജ് അയക്കും. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിനെ സഹായിക്കുന്ന ഒരു മിനറലാണ് കാൽഷ്യം. മസിൽസിന്റെ പ്രവർത്തനം കോൺട്രാക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മിനറലാണ് നമ്മുടെ കാൽഷ്യം. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഹോർമോൺസ് രക്തത്തിലേക്ക് ഉൽപ്പാദിപ്പിക്കുന്നതിനും വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരു മിനറലാണ് കാൽഷ്യം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു കാലുമുട്ട് വേദനക്ക് മാത്രമല്ല ഒരുപാട് നമ്മുടെ ശരീരത്തിലെ കാര്യങ്ങൾ കാൽഷ്യം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിന്റെ ഇടിപ്പ് കൃത്യമായിട്ടുള്ള അളവിൽ കൊണ്ടുപോകാൻ സഹായിക്കുന്നതും കാൽഷ്യമാണ്. നമ്മുടെ ഹാർട്ടിന്റെ ആ ഒരു മിടിപ്പുണ്ടല്ലോ അത് കറക്റ്റ് ലെവലിൽ കൊണ്ടുപോകാനും സഹായിക്കുന്നതും കാൽഷ്യമാണ്. അതുപോലെ തന്നെ ആയുർവേദത്തിൽ അസ്ഥിയുടെ
വേസ്റ്റ് ആയിട്ട് മല ആയിട്ടാണ് കാൽഷ്യത്തെ പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മുടെ മുടിയെ അസ്ഥിയുടെ ഒരു ധാതു ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അസ്ഥിക്ക് ഏറ്റവും ആവശ്യമുള്ളതാണ് കാൽഷ്യം. കാൽഷ്യത്തിന്റെ അഭാവത്തില് എല്ലുകൾക്ക് തേയ്മാനം ഉണ്ടാകുന്നത് പോലെ തന്നെ കാൽഷ്യത്തിനും പ്രശ്നം ഉണ്ടാവും, അതായത് മുടി കൊഴിച്ചിലുണ്ടാവും. നമുക്ക് അതും ഒരു പുതിയൊരു അറിവാണ് അല്ലെ. കാൽഷ്യത്തിന്റെ കുറവുണ്ടായി കഴിഞ്ഞാൽ എന്തുണ്ടാവുന്നുണ്ട്, മുടി കൊഴിച്ചിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ മുടി കൊഴിച്ചിലുള്ള ആൾക്കാർക്ക് നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം കാൽഷ്യം ഉണ്ട് എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്തുകൊണ്ടാണ് നമുക്ക് മുടി കൊഴിച്ചിൽ ഉണ്ടാവുന്നു എന്നുള്ള കാരണം നമുക്ക് തിരിച്ചറിയണമെങ്കിൽ നമ്മള് ഭൃംഗരാജ് ഓയിലൊക്കെ നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിന്റെ കൂടെ കാൽഷ്യത്തിന്റെ കുറവാണെങ്കിൽ അതിനുള്ള സപ്ലിമെന്റ് കൂടി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് പെട്ടെന്ന് കിട്ടും. ഓക്കെ. പിന്നെ കാൽഷ്യത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമാണ്. എന്താന്ന് നോക്കാം. ഒരു 60 കിലോ വെയിറ്റ് ഉള്ള ഒരാള്, അയാളുടെ 60 കിലോ വെയിറ്റില് 1 കിലോ കാൽഷ്യത്തിന്റെ വെയിറ്റ് ആണ്. അതായത് ഒരു 60 കിലോ വെയിറ്റ് ഉള്ള ഒരു വ്യക്തിയുടെ ശരീരത്തിന്റെ ഭാരത്തില് അയാളുടെ 1 കിലോ വെയിറ്റ് വരുന്നത് കാൽഷ്യത്തിന്റെ വെയിറ്റ് ആണ്. അപ്പൊ ഒരു മനുഷ്യന് ആവറേജ് 700 മില്ലിഗ്രാം കാൽഷ്യമാണ് ഓരോ ദിവസവും അയാളുടെ ശരീരത്തിൽ നിന്നും നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏതൊക്കെ വഴിയിലൂടെ നോക്കാം. സ്കിന്നിലൂടെ, അതായത് വിയർപ്പിലൂടെ നഷ്ടമാവുന്നുണ്ട്. വൻകുടലിൽ നിന്നും മലത്തോടു കൂടി പുറത്തു പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ യൂറിൻ വഴി പുറത്തു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ആവറേജ് ഡയറ്റിൽ നിന്നും കേവലം 20 മുതൽ 50% കാൽഷ്യമാണ് നമ്മുടെ ശരീരത്തിലോട്ട് ലഭിക്കുന്നത്. അപ്പൊ ഇനി കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ് ഏതൊക്കെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏത് നമ്മൾ പറയും പാല് അല്ലെ. കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡിന്റെ പേര് പറയാൻ പറയില്ല, എല്ലാവരും പറയും പാല്. അതുപോലെ തന്നെ ചീസ്, ഇലക്കറികള്, മില്ലറ്റ്സ്, പിന്നെ സോയ് പ്രൊഡക്റ്റുകൾ, ഇതിൽ നിന്നെല്ലാം നമുക്ക് ധാരാളം കാൽഷ്യം നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഹൈപ്പോ കാൽഷ്യമീയ, ശരീരത്തിൽ കാൽസ്യത്തിന്റെ കുറവിനെയാണ് ഈ പേര് പറയുന്നത്. നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. കുട്ടികൾക്കൊക്കെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു വൈറ്റമിൻസ് ആണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി. അപ്പൊ എന്തിനാണ് വൈറ്റമിൻ ഡി അത്യാവശ്യമായിട്ടുള്ളത്? നമ്മുടെ കാൽഷ്യത്തിനെ വലിച്ചെടുക്കാനായിട്ട് സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി. ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ കാൽഷ്യം കറക്റ്റ് ആ ഒരു ലെവലിലൊക്കെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ കാൽഷ്യത്തിനെ വലിച്ചെടുക്കാൻ എന്ത് വേണം? വൈറ്റമിൻ ഡിയും കൂടി അവിടെ നമ്മുടെ ശരീരത്തിൽ വേണം. വാർദ്ധക്യത്തിലേക്ക് എത്തിയ ആൾക്കാർ, അതായത് പ്രായം ചെന്ന ആൾക്കാരിലാണ് കൂടുതലായിട്ട് കാണുന്നത്. അതേപോലെ തന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും കാൽഷ്യത്തിന്റെ അളവ് അത്യാവശ്യമാണ്. നീളം വെക്കാനും ബുദ്ധിയുടെ വളർച്ചയ്ക്കൊക്കെ എല്ലാം ഈ ചെറിയ കുട്ടികൾക്ക് കാൽഷ്യത്തിന്റെ അളവ് വളരെ പ്രധാനമാണ്. അതേപോലെ തന്നെ വൈറ്റമിൻ ഡിയുടെ ആ ഒരു അളവും പ്രധാനമാണ്. പിന്നെ വരുന്നത് ഓവർ വെയിറ്റ് ഉള്ള ആൾക്കാരില് കാൽഷ്യം ഡെഫിഷ്യൻസി കണ്ടുവരാറുണ്ട്. അതായത് നല്ല പൊണ്ണത്തടി, നല്ല തടിയുള്ള ആൾക്കാർക്കും എന്താണ് കാൽഷ്യത്തിന്റെ കുറവ് കണ്ടുവരാറുണ്ട്. പിന്നെ വരുന്നത് പാല് കൊടുക്കുന്ന അമ്മമാരില് കാൽഷ്യത്തിന്റെ കുറവ് കണ്ടുവരാറുണ്ട്. പിന്നെ ഒരുപാട് ഉപ്പ് ചേർത്തിട്ടുള്ള ഭക്ഷണം കഴിക്കുക, ഒരുപാട് പ്രോട്ടീൻസ് കഴിക്കുക, ഇത്തരത്തിലൊക്കെ ചെയ്യുന്നതോടു കൂടി കാൽഷ്യം ശരീരത്തിൽ നിന്നും മലത്തിലൂടെ പുറത്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ചില ആൾക്കാര് നമ്മള് ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമ്മളെ കറിയിലൊക്കെ അത്യാവശ്യം ഉപ്പ് ഉണ്ടാവും, എങ്കിലും വീണ്ടും ഒരു ഉപ്പ് സെപ്പറേറ്റ് ആയിട്ട് അവരൊരു പാത്രത്തിൽ ഉപ്പ് കൂടുതൽ കഴിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഉപ്പ് ചേർന്നിട്ടുള്ള ഭക്ഷണം വല്ലപ്പോഴും ഡെയിലി നമ്മൾ തന്നെ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് അത് ദോഷം ചെയ്യും. അതുപോലെ തന്നെ ഒരുപാട് പ്രോട്ടീൻസ് കഴിക്കുക, ഇത്തരത്തിലൊക്കെ ചെയ്യുന്നതോട് കൂടിയിട്ട് ശരീരത്തിൽ നിന്നും എന്താണ് കാൽഷ്യം മലത്തിലൂടെ പുറത്തു പോകുന്നുണ്ട്. പിന്നെ ദഹന സംബന്ധമായ പ്രശ്നമുള്ള ആൾക്കാര്, നമ്മൾ മെയിൻ ആയിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ദഹനം. നമ്മുടെ ദഹനം കറക്റ്റ് ആയി കഴിഞ്ഞാൽ തന്നെ നമ്മള് ഒരു 3/4 രോഗം ഇല്ലാത്ത ആൾക്കാരാണ്. കാരണം നമ്മുടെ വയറാണ്, നമ്മുടെ കുടലാണ് നമ്മുടെ ഒരു മനുഷ്യന്റെ എന്താ പറയാ ഏറ്റവും കൂടുതൽ അയാള് ആരോഗ്യത്തോടു കൂടി ഇരിക്കണോ, അസുഖക്കാരനായിട്ട് ഇരിക്കണോ എന്നൊക്കെ നിയന്ത്രിക്കേണ്ടതും ചെയ്യേണ്ടതും ഒക്കെ ഒരു ആളാണ് നമ്മള് വൻകുടല്, ചെറുകുടല്, വയറ്, ദഹനം, ഗട്ട്. ആ ഗട്ട് കറക്റ്റ് ആയിട്ട് നമ്മളെ ദഹനം കറക്റ്റ് ആയിട്ട് പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുവിധമുള്ള അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി കാൽഷ്യത്തിന്റെ അഭാവത്തിൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് കണ്ടുവരുന്നത് നോക്കാം. മസിൽ പ്രോബ്ലം, മസിൽ വേദന,
ചില ആൾക്കാർ പറയുന്നുണ്ടല്ലോ ഭയങ്കര ശരീരവേദന, മസിൽ വേദന എന്നുള്ളത്. അത് നമുക്ക് എന്താണ് ഈ ഒരു കാൽഷ്യത്തിന്റെ അഭാവത്തിൽ കണ്ടുവരുന്ന അസുഖങ്ങളിൽ ഒന്നാണ്. പിന്നെ അതേപോലെ തന്നെ വളരെ ക്ഷീണിതയായിരിക്കുക, ഒരു തളർച്ച ഉണ്ടാവുക, അതും നമുക്ക് ഈ ഒരു പ്രശ്നം കൊണ്ട് വരുന്നതാണ്. പിന്നെ നഖമൊക്കെ പൊട്ടി പൊട്ടി പോവുക. പിന്നെ നഖം പൊട്ടുമ്പോ നമുക്കറിയാം അല്ലെ, അത് നമുക്ക് വേഗം അറിയാം കാൽഷ്യത്തിന്റെ കുറവുകൊണ്ടാണ് നഖം പൊട്ടി പോണത് എന്ന് നമുക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റും. അത് നമ്മൾക്ക് അറിയാം, നമ്മുടെ എല്ലുകളിലും പല്ലുകളിലും ഒക്കെ നഖത്തിലൊക്കെ കാൽഷ്യം ആണ് അവിടെ ഉള്ള സംഭവം എന്ന് നമുക്ക് അറിയുന്നോണ്ട് നമ്മൾ പറയാ നഖം തീരെ കട്ടില്ല, പൊട്ടി പോണതൊക്കെ കാൽഷ്യത്തിന്റെ കുറവുകൊണ്ടാണ്. പിന്നെ വരുന്നത് സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുക. ചില ആൾക്കാർ സ്കിന്ന് ഡ്രൈ ആയിട്ടിരിക്കും, നമ്മൾ എന്താ പറയാ അലർജി എന്ന് പറയും. പക്ഷെ അലർജി മാത്രല്ല, അതിന്റെ ഒരു കാരണം കാൽഷ്യത്തിന്റെ കുറവും കൂടിയാണ്. പിന്നെ വരുന്നത് ചൊറിച്ചിലുണ്ടാവുക. ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് സ്കിന്നിലേക്ക് ചൊറിച്ചിലുണ്ടാവും. നീം സോപ്പ് തേക്കും മാറുന്നില്ല, വൂണ്ട് ഹീല് തേക്കും മാറുന്നില്ല, കുറെ കൊക്കോ ബട്ടർ തേക്കും മാറുന്നില്ല, എന്തൊക്കെ തേച്ചിട്ടും മാറുന്നില്ല, ഡോക്ടറെ കാണിക്കും എന്നിട്ടും മാറുന്നില്ല. പക്ഷെ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒന്ന് ലാബിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് കാൽഷ്യത്തിന്റെ കുറവുണ്ടോ എന്ന് നോക്കാം. നമ്മളുടെ നാൻസിയം കൂടിയിട്ട് കുറച്ചു കാലം യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ചൊറിച്ചില് മാറി കിട്ടുന്നതാണ്. അതുപോലെ തന്നെ എല്ലുകളിലൊക്കെ ദോരം ഉണ്ടാവുക, അത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള അസുഖമാണല്ലേ. നമ്മുടെ എല്ലുകൾക്കുള്ളിലേക്കൊക്കെ ദോരം വന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, ബുദ്ധിമുട്ടാണല്ലേ. അപ്പൊ ഈ ഒരു കാൽഷ്യത്തിന്റെ കുറവുണ്ടാവുമ്പോ അങ്ങനത്തെ ഒരു അസുഖം വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ വരുന്നത് പല സ്ത്രീകളിലും പീരീഡ്സിന്റെ സമയത്തിന്റെ മുൻപേ, അതായത് ഒരു ആർത്തവം നടക്കുന്നതിന്റെ 2-3 ദിവസത്തിന് മുന്നേ ഉണ്ടാകുന്ന വയറുവേദനയ്ക്കും ഒരു കാരണം കാൽഷ്യത്തിന്റെ കുറവുകൊണ്ടാണ്. ഇതൊക്കെ നമുക്ക് പുതിയതായിട്ടുള്ള അറിവുകളല്ലേ. ഈ ഒരു സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന ആർത്തവ വേദന അത് എല്ലാ കാലത്തും ഒരുപോലെ തന്നെ. അത് നമുക്ക് എന്താ ഈ ആർത്തവത്തിന്റെ ബുദ്ധിമുട്ടുകൾ ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന വേദന എന്നാ. പക്ഷെ അവിടെ കാൽഷ്യത്തിന്റെ കുറവാണ് എന്നുള്ളത് നമുക്കറിയോ. എല്ലാവരുടെ കാര്യമല്ല, ചില വയറുവേദനക്ക് കാൽഷ്യത്തിന്റെ കുറവ്, ചില ആൾക്കാർക്ക് സഹിക്കാൻ പറ്റാത്ത പെയിനൊക്കെ ഉണ്ടാവും. നമ്മൾ എന്താ ചെയ്യാ, മെഡിക്കൽ സ്റ്റോറിൽ പോണ് പെയിൻ കില്ലർ എടുത്ത് കഴിക്കുന്നത് അല്ലെ. അത് എന്തിന്റെ കാരണം കൊണ്ടാണ്, പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് വയറുവേദനയ്ക്ക് പീരീഡ്സിന്റെ സമയത്ത്. അപ്പൊ നിങ്ങൾ കാൽഷ്യം ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യുക. അങ്ങനെ കൂടുതൽ വേദന ഉള്ള ആൾക്കാര് അങ്ങനെയുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ശരീരത്തിന് ഒരു ദോഷമില്ലാത്ത നമ്മളെ പ്രൊഡക്റ്റ് കഴിച്ചിട്ട് നമ്മുടെ ശരീരത്തിന് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ പല്ലുകള് പൊട്ടിപ്പോകുന്ന അവസ്ഥ, അതേപോലെ തന്നെ പല്ല് വരാന് കാലതാമസം. ചില കുട്ടികൾക്ക് പല്ല് പറഞ്ഞു പോയാൽ പെട്ടെന്ന് വരുന്നില്ലല്ലേ, കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് ചില കുട്ടികൾക്ക് വരിക. അതേപോലെ തന്നെ പല്ലുകളൊക്കെ പൊട്ടി പൊട്ടി പോകുന്ന അവസ്ഥ, ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ കാൽഷ്യത്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ്. അതേപോലെ തന്നെ കുട്ടികളില് വളർച്ചയില് നീളം വെക്കാതിരിക്കുന്നതും കാൽഷ്യത്തിന്റെ കുറവ് കാരണമാണ്. ചില മക്കൾക്ക് കാണാം, അവര് നല്ല എന്തുണ്ടാവും ഏജ് ഒക്കെ ഉണ്ടാവും, പക്ഷെ തീരെ ഹൈറ്റ് ഉണ്ടാവില്ല. ഇങ്ങനെ ഹൈറ്റ് കുറഞ്ഞിട്ട് ഇരിക്കുന്ന കുട്ടികളുണ്ടാവും. പൊതുവെ പാരന്റ്സ് ഹൈറ്റ് കുറവുള്ള കുട്ടികളാണെങ്കിൽ ചിലപ്പോ അങ്ങനെ തന്നെ ആയിരിക്കും. അതല്ലാതെ ഉപ്പയും ഉമ്മയൊക്കെ നല്ല നീളമുള്ള കുട്ടികളാണെങ്കിൽ, ഉപ്പയും ഉമ്മയൊക്കെ നീളുണ്ട്, അവര് കുട്ടികൾ ചെറിയ കുട്ടികളുടെ ഹൈറ്റ് വെക്കണില്ല. പ്രായം ഉണ്ട് അവർക്ക്, പക്ഷെ 12 വയസ്സിന് 10 വയസ്സിന് അതിനുള്ള ആളില്ല, നീളമില്ല, വളർച്ച കുറവാണ്. അങ്ങനെയുള്ള കുട്ടികൾക്കും നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. കാൽഷ്യത്തിന്റെ കുറവ് മൂലമാണ് അവർക്ക് അങ്ങനെ ഉണ്ടാവുന്നത്. പിന്നെ അതേപോലെ തന്നെ ആർത്തവ വിരാമത്തിൽ സ്ത്രീകൾക്ക് കാൽഷ്യക്കുറവ് കണ്ടുവരാറുണ്ട്. നമുക്ക് ഏതേലും പോലും പണി തന്നെയാണ്. ആർത്തവ വിരാമത്തിലും എന്താണ് സ്ത്രീകള് കാൽഷ്യത്തിന്റെ കുറവ് കണ്ടുവരാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ പലതരത്തിലുള്ള മെഡിസിൻസിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ടും കാൽഷ്യം ഡെഫിഷ്യൻസി കണ്ടുവരാറുണ്ട്. വളരെ കാലങ്ങളോളായിട്ട് ഇപ്പൊ ഒരു പനി വന്നു, ഒരു ചുമ വന്നു, അല്ലെങ്കിൽ ഒരു തലവേദന, നമ്മൾ എന്തെങ്കിലും മെഡിസിൻ എടുത്തു, അല്ലെങ്കിൽ ഒരു ചെറിയ സർജറി എന്തെങ്കിലും കഴിഞ്ഞ് മെഡിസിൻ എടുത്തു, അങ്ങനത്തെ ആൾക്കാർക്കല്ല. തുടർച്ചയായിട്ട് വർഷങ്ങളോളായിട്ട് ഈ തൈറോയിഡ്, അതേപോലെ തന്നെ ഷുഗർ, അതല്ല വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മള് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, മെഡിസിൻസ് എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാണ് സൈഡ് എഫക്റ്റ് വരിക. നമ്മൾ ഒരാഴ്ച മരുന്ന് കഴിച്ച്, അല്ലെങ്കിൽ ഒരു 10 ദിവസം മരുന്ന് കഴിച്ച് നിർത്തി അസുഖം കഴിഞ്ഞ് നിർത്തുന്ന അങ്ങനത്തെ ആൾക്കാർക്കല്ല. തുടർച്ചയായിട്ട് പലതരത്തിലുള്ള മെഡിസിൻസിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ടും എന്ത് വരാറുണ്ട്, കാൽഷ്യം ഡെഫിഷ്യൻസി കണ്ടുവരാറുണ്ട്. ഇനി ഒരു 60 കിലോ ഭാരമുള്ള പുരുഷൻക്ക് ഒരു ദിവസം വേണ്ട കാൽഷ്യം 600 mg ആണ്. സ്ത്രീകൾക്ക് ആണെങ്കിൽ 55 കിലോ ഭാരമുള്ള ഒരു സ്ത്രീക്ക് 600
മില്ലിഗ്രാം കാൽഷ്യമാണ് ഒരു ദിവസം ആവശ്യമുള്ളത്. ഇപ്പൊ കുട്ടികൾക്കാണെങ്കിൽ 7ന്റെയും 9ന്റെയും വയസ്സിന് ഇടയിലുള്ള ആൾക്കാർക്കാണെങ്കിലും 600 മില്ലിഗ്രാം കാൽഷ്യം ആണ് ഒരു ദിവസം ആവശ്യമുള്ളത്. പിന്നെ ഗർഭിണികള്, പാല് കൊടുക്കുന്ന അമ്മമാര്, 55 കിലോ വെയിറ്റ് ഉള്ള അവരാണെങ്കിൽ അവർക്ക് 1200 മില്ലിഗ്രാം കാൽഷ്യമാണ് ആവശ്യമുള്ളത്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ കാൽഷ്യം ആർക്കാ ആവശ്യമുള്ളത്? പാല് കൊടുക്കുന്ന അമ്മമാർക്കും അതേപോലെ തന്നെ ഗർഭിണികൾക്കുമാണ് ഏറ്റവും കൂടുതൽ കാൽഷ്യം ഒരു ദിവസം ആവശ്യമായിട്ട് വരുന്നത്. ഇനി 30 വയസ്സ് വരെ നമ്മുടെ എല്ല് റീമോഡലിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതിന് സഹായിക്കുന്നത് കാൽഷ്യമാണ്. നമുക്കൊക്കെ അറിയാം, നമുക്ക് ഒരു ഏജ് കഴിയുന്നത് വരെ നമ്മുടെ ശരീരത്തിന് ഭയങ്കര ആരോഗ്യമല്ലേ. പൊട്ടലും എന്തൊക്കെ ഉണ്ടല്ലോ അത് കുറച്ച് നമ്മള് റീമോഡലിംഗ് നടന്നുകൊണ്ടിരിക്കും. പ്ലാസ്റ്റർ ഇട്ട് കിടന്നാല് അല്ലെങ്കിൽ എന്താ പറയാ നമ്മൾ കൈയൊക്കെ അനക്കാതെ പക്ഷെ അത് തന്നെ ശരിയാവും. പക്ഷെ നമുക്കൊരു പ്രായം കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തില് കാൽഷ്യത്തിന്റെ കുറവ് വരും. അപ്പം ഈ പറഞ്ഞ പോലെ അത്ര എളുപ്പമായിട്ട് കാര്യങ്ങളൊന്നും നടക്കില്ല. ഇനി കാൽഷ്യം ഡെഫിഷ്യൻസി ഉള്ളവർക്ക് ഡോക്ടർ കൊടുക്കുന്ന ടാബ്ലറ്റിൽ നിന്നും 500 മില്ലിഗ്രാം കാൽഷ്യം, അതായത് ഇപ്പൊ ഡോക്ടർ എഴുതി കൊടുക്കണ ഒരു മരുന്ന് അതിൽ 500 മില്ലിഗ്രാം ആണ് കാൽഷ്യം ഉള്ളത്. അപ്പൊ ഈ ഒരു 500 മില്ലിഗ്രാം ടാബ്ലറ്റിൽ നിന്നും അവർക്ക് ആകെ കിട്ടുന്നത് 45 to 200 മില്ലിഗ്രാം കാൽഷ്യമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ടാബ്ലറ്റ് കൂടിയ അളവിലാണ് അവരോട് കഴിക്കാൻ വേണ്ടി പറയുന്നത്. ചില ആൾക്കാരുടെ ഒരു നേരം 2 എണ്ണം വെച്ചിട്ടൊക്കെ കഴിക്കാൻ പറയാറുണ്ട്. അപ്പം ഇതിനെല്ലാം പരിഹാരമാണ് നാച്ചുറൽ കാൽഷ്യം എലമെന്റ്സ് വെൽനെസിന്റെ നാറ്റ്സിയം ടാബ്ലറ്റ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന നമ്മളുടെ നാറ്റ്സ്യത്തിന്റെ പ്രത്യേകത എന്ന് നോക്കാം. നാച്ചുറൽ ആയിട്ടുള്ള, അതായത് പശുവിൻ പാലിൽ നിന്നും എടുത്തിട്ടുള്ള നാച്ചുറൽ കാൽഷ്യമാണ് നാറ്റ്സ്യത്തിൽ നിന്നും ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ മുന്നേ പറഞ്ഞു നമുക്ക് കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ് പാല്. അപ്പൊ നാച്ചുറൽ ആയിട്ടുള്ള പശുവിൻ പാലിൽ നിന്നും എടുത്തിട്ടുള്ള കാൽഷ്യമാണ് നമ്മുടെ നാറ്റ്സ്യത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പുതിയ ടെക്നോളജിയിൽ നിന്നും വന്നിട്ടുള്ള കാൽഷ്യത്തിനോടൊപ്പം മാഗ്നീഷ്യം, പൊട്ടാസ്യം, ഫോസ്ഫറസ് ഒക്കെ കൃത്യമായ അളവിൽ ഇതില് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ശരീരത്തിലേക്ക് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഇപ്പൊ നമ്മൾ എന്തൊക്കെ മരുന്ന് കഴിച്ചാലും അല്ലെങ്കിൽ എന്തൊക്കെ പ്രോഡക്റ്റ് കഴിച്ചാലും എന്തൊക്കെ സപ്ലിമെന്റ് എടുത്തു കഴിഞ്ഞാലും ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ പിടിക്കണം. ചില ആൾക്കാർ പറയില്ല എന്ത് കഴിച്ചിട്ടും കാര്യമില്ല ശരീരത്തിൽ പിടിക്കണില്ല. ആ ശരീരത്തിലേക്ക് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് നമുക്ക് കുറെ കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ വേണം. ചില ആൾക്കാർക്ക് അത് അങ്ങനെ ഉണ്ടാവും, ജനറ്റിക് ആയിട്ട് അങ്ങനെ ഉണ്ടാവും. ചില ആൾക്കാർക്കാണ് ഈ പറഞ്ഞ പോലെ കാൽഷ്യത്തിന്റെ കുറവ്, വൈറ്റമിൻ ഡിയുടെ കുറവൊക്കെ ആവുമ്പോൾ നമ്മുടെ ശരീരം ഇപ്പൊ മാഗ്നീഷ്യം കറക്റ്റ്, പൊട്ടാസ്യം, ഫോസ്ഫറസ് ഒന്നും നമ്മുടെ ശരീരത്തിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വലിച്ചെടുക്കാൻ പറ്റില്ല. കാൽഷ്യത്തിന്റെ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ ശരീരത്തിലേക്ക് കാൽഷ്യം കിട്ടണ്ടേ, നമ്മുടെ ശരീരം വലിച്ചെടുക്കണ്ട അതിനെ. അപ്പൊ അതിനൊക്കെ സഹായിക്കുന്ന കാര്യങ്ങളാണ് നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റിൽ അടങ്ങിയിട്ടുള്ളത്. എന്താണ്? പൊട്ടാസ്യം, ഫോസ്ഫറസ്, മാഗ്നീഷ്യം ഇതൊക്കെ കൃത്യമായ അളവിൽ നമ്മുടെ നാറ്റ്സ്യം ടാബ്ലറ്റിൽ അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഘടകങ്ങളാണ്. ഇനി ഇതില് ഞെരിഞ്ഞില് ചേർത്തിട്ടുണ്ട്, അതേപോലെ തന്നെ തിപ്പലും ചേർത്തിട്ടുണ്ട്. ഈ തിപ്പലും ചേർത്തിട്ടുള്ള എന്തിനാണ്? ദഹനം കൃത്യമാക്കാൻ വേണ്ടി സഹായിക്കുന്നു. നമ്മള് മുന്നേ പ്രോബയോട്ടിക്കിന്റെ ക്ലാസ്സിൽ, ഇമ്മ്യൂണോത്രയുടെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഗട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ദഹനത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ദഹനം കൃത്യമാക്കി കഴിഞ്ഞാല് സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് തിപ്പലി. ഞെരിഞ്ഞില് ചേർത്തിട്ടുണ്ട്. ഞെരിഞ്ഞില് എന്തിനാ നമ്മൾ ഉപയോഗിക്കാറ്? നമ്മള് കിഡ്നി സ്റ്റോൺ ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഞെരിഞ്ഞിലിന്റെ വെള്ളം തിളപ്പിച്ചിട്ട് അങ്ങനെയൊക്കെ കുടിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അങ്ങനെയൊക്കെ. അപ്പൊ അവർ ഞെരിഞ്ഞില് ചേർത്തിട്ടുണ്ട്. എന്തിനാണ്? കാൽഷ്യം കൂടുതലായിട്ട് നമുക്ക് സ്റ്റോണിന്റെ പ്രോബ്ലം ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞെരിഞ്ഞില് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് ആർക്കൊക്കെയാണ് നൽകേണ്ടത്? 5 വയസ്സിന് മുകളിലുള്ളവർക്ക്, അതായത് 5 to 70 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു ടാബ്ലറ്റ് 200 mg കാൽഷ്യമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും കിട്ടുന്ന കാൽഷ്യത്തിന് പുറമെ ആണ് കാൽഷ്യം തരികയാണ് ചെയ്യുന്നത്. ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മൾ കഴിക്കുന്ന, ഇപ്പൊ ഡെയിലി പാല് കുടിക്കുന്ന ആൾക്കാർക്ക് അത്യാവശ്യം കാൽഷ്യം നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുന്നുണ്ട്. അതേപോലെ തന്നെ ഇലക്കറികൾ കഴിക്കുന്ന ആൾക്കാർക്ക്, നേരത്തെ ചീസ് അങ്ങനെയൊക്കെ, ഇതൊന്നും കഴിക്കാത്ത ആൾക്കാർക്കാണ് മെയിനായിട്ട് കാൽഷ്യത്തിന്റെ അളവ്
കുറവായിട്ട് വരുന്നത്. അപ്പൊ കറക്റ്റ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് അത്യാവശ്യം എന്ത് കിട്ടുന്നുണ്ട്? കാൽഷ്യം കിട്ടുന്നുണ്ട്. പക്ഷെ അത് പോരാതെ വരുമ്പോ, അതായത് കാൽഷ്യത്തിന്റെ ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാർക്ക് അത് പോരാതെ വരും. അപ്പം അവർക്കാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് അതിന്റെ കൂടെ കഴിക്കേണ്ടത്. ഒരു കാപ്ലെറ്റിൽ നിന്നും നമുക്ക് 200 മില്ലിഗ്രാം കാൽഷ്യമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന കാൽഷ്യത്തിന് പുറമെയാണ് കാൽഷ്യം തരികയാണ് നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യുന്നത്. നമ്മളെ കമ്പനി ഒരിക്കലും എന്ത് പറയുന്നില്ല, നിങ്ങള് ഭക്ഷണത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് കഴിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് കാൽഷ്യം ആവുമെന്ന് നമ്മളെ കമ്പനി പറയുന്നില്ല. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പുറമെ 200 മില്ലിഗ്രാം കാൽഷ്യമാണ് ഈ ഒരു കാപ്ലെറ്റ്, ഒരൊറ്റ കാപ്ലെറ്റ് നമ്മുടെ ശരീരത്തിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഒരു കാപ്ലെറ്റ് വീതം ഡെയിലി കഴിക്കാം. 3 മാസം അടുപ്പിച്ച് കഴിക്കണം. 5 to 12 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് അര കാപ്ലെറ്റ് വീതമാണ് കഴിക്കേണ്ടത്. പിന്നെ ഗർഭിണികളും പാല് കൊടുക്കുന്ന അമ്മമാർക്കും ഉള്ള ഒരു പ്രോഡക്റ്റ് അല്ല. നമ്മുടെ മിക്ക പ്രൊഡക്റ്റുകളും നമ്മൾ അങ്ങനെ തന്നെയാണ് അല്ലെ. നമ്മൾ ഗർഭിണികൾക്കും പാല് കൊടുക്കുന്ന അമ്മമാർക്കും നമ്മൾ ഇത് സജസ്റ്റ് ചെയ്യാറില്ല. അതേപോലെ തന്നെ ഫീലിംഗ് ക്യാപ്സ്യൂളിൽ കാൽഷ്യം ചേർന്നിട്ടുള്ളതിനാൽ ഒരിക്കലും നാക്സിയം പ്രോഡക്റ്റും ഫീലിംഗ് ക്യാപ്സ്യൂളും ഒരുമിച്ച് കഴിക്കാൻ പാടില്ല. നമ്മള് ഈ ഒരു എന്താ പറയാ ഫീലിംഗിന്റെ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെ ഫീലിംഗ് ലിക്വിഡ് അല്ല, ക്യാപ്സ്യൂൾ ഉണ്ടല്ലോ, അതില് കാൽഷ്യം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു 2 പ്രൊഡക്റ്റും കഴിക്കേണ്ടതായ ഒരു വ്യക്തി, ഇപ്പം ബ്ലഡ് കുറവുള്ള ആൾക്ക് കാലുമുട്ട് വേദന, കാൽഷ്യത്തിന് കുറവുണ്ട്, നമുക്ക് ഫീലിംഗ് ക്യാപ്സ്യൂളും കഴിക്കണം, നാക്സിയവും കഴിക്കണം. അത് നമ്മൾക്ക് എങ്ങനെയാ ഇപ്പൊ കഴിക്കാൻ പറ്റുക? ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മൾ രാവിലെ കഴിക്കുക. ഇപ്പൊ നാക്സിയ രാവിലെ കഴിക്കണമെങ്കിൽ ഫീലിംഗ് പ്രൊഡക്റ്റ് രാത്രി കഴിക്കുക. അങ്ങനെ കഴിക്കാൻ വേണ്ടി നോക്കുക. ഒന്ന് രാവിലെയും ഒന്ന് രാത്രിയും, ഒരിക്കലും ഒരുമിച്ച് കഴിക്കരുത്. ഓക്കെ, അത് പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാല് ഫീലിംഗ് ക്യാപ്സ്യൂളിലും എന്താണ് കാൽഷ്യം ചേർന്നിട്ടുള്ളതിനാൽ ഒരിക്കലും നാക്സിയവും ഫീലിംഗും ഒരുമിച്ച് കഴിക്കാൻ പാടില്ല. ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നിങ്ങൾ കാൽഷ്യം ടാബ്ലറ്റ് കഴിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് ഉപയോഗിക്കേണ്ടതാണ്. കാരണം ചില ആൾക്കാർക്ക് വർഷങ്ങളായിട്ട് കാൽഷ്യത്തിന്റെ ടാബ്ലറ്റുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം നമ്മളെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക. ഒരിക്കലും ഒരു നേരം 500 മില്ലിഗ്രാമിൽ കൂടുതൽ കാൽഷ്യം കഴിക്കാൻ പാടില്ല. എല്ലാവരും ശ്രദ്ധിക്കുക, ഒരു നേരം ഒരിക്കലും 500 മില്ലിഗ്രാം കാൽഷ്യം കഴിക്കാൻ പാടില്ല ഒരു നേരം. പിന്നെ നാക്സിയം ടാബ്ലറ്റിൽ എന്തൊക്കെയാണ് പ്രദാനം ചെയ്യുന്നത് നോക്കാം. ശക്തിയുള്ള എല്ലുകളും പല്ലുകളും നമുക്ക് തരുന്നുണ്ട്. അതേപോലെ തന്നെ കാർട്ടിലേജ് പ്രോപ്പർ ആക്കുന്നു. ഇപ്പോഴാണ് നമ്മള് കാൽമുട്ട് വേദനയുടെ സംഭവം ഇവര് പറയുന്നത്. ഇത്ര നേരം പറഞ്ഞപ്പോഴും നമ്മള് കാൽമുട്ടിന്റെ ആ ഭാഗത്തേക്കൊന്നും എത്തിയിട്ടില്ല. അതായത് കാർട്ടിലേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 2 എല്ലുകൾക്ക് ഇടയിലുള്ളതാണ് കാർട്ടിലേജ്. അതിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ഈ ഒരു പ്രൊഡക്റ്റ് പ്രവർത്തിക്കുന്നുണ്ട്. അതായത് നമ്മളുടെ കാൽമുട്ടുകളുടെ ഇടയിലുള്ള ആ ഒരു ലിക്വിഡ് പോലുള്ള സംഭവം കാർട്ടിലേജ് അവിടെ ഇല്ലാണ്ടാവുമ്പോ നമ്മുടെ എല്ലുകൾ കൂട്ടി ഉരസിയിട്ട് ഒരു ടിക് ടിക് എന്ന് സൗണ്ടും കേൾക്കും. നമുക്ക് നല്ല പെയിനും ഉണ്ടാവും അല്ലെ. കാൽമുട്ട് വേദന ഉള്ള ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അങ്ങനത്തെ സംഭവങ്ങൾ അവിടെ ഇല്ലാണ്ടാക്കിയിട്ട് അതിനെ പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ട്, കാർട്ടിലേജ് പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ട് എന്താണ് നമുക്ക് നാക്സിയം എന്ന പ്രൊഡക്റ്റ് വളരെയധികം സഹായിക്കുന്നുണ്ട്. 2 ബോൺസിന്റെ ഇടയിലുള്ളതാണ് കാർട്ടിലേജ്. അതിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു നമ്മുടെ നാക്സിയം പ്രോഡക്റ്റ്. മസിൽസിന്റെ ബ്ലഡ് പ്രഷർ കൃത്യമാക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ മസിൽസിന്റെ ബ്ലഡ് പ്രഷർ എന്ന് പറയുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞു മസിൽസ് പെയിൻ വരുന്നു, മസിലിന് വേദന വരുന്നു അല്ലെ. അപ്പൊ അവിടെ പ്രോപ്പർ ആയിട്ട് ആ ബ്ലഡിന്റെ സർക്കുലേഷൻ കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് നമുക്ക് അതൊക്കെ വരുന്നത്. അപ്പൊ കാൽഷ്യം കറക്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മസിൽ പെയിൻ ഒക്കെ ഉള്ള ആൾക്കാർക്ക് എന്താണ് ബ്ലഡിന്റെ പ്രഷർ കൃത്യമാക്കിക്കൊണ്ട് അവിടുത്തെ പെയിനെ ഇല്ലാണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ നെർവ് സിസ്റ്റം കൃത്യമാക്കുന്നു. അതേപോലെ തന്നെ ക്ലോട്ടിങ് കൃത്യമാക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ബ്ലഡ് കൈ മുറിഞ്ഞാലൊക്കെ ബ്ലഡ് കറക്റ്റ് കുറച്ച് വന്നിട്ട് നമുക്കവിടെ കട്ട പിടിക്കാനൊക്കെ സഹായിക്കുന്നുണ്ട് കാൽഷ്യം. അതേപോലെ തന്നെ മുടി കൊഴിച്ചിൽ വരാതെ, ഈ ഒരു വീഡിയോ കാണുന്ന ലേഡീസ് ആണെങ്കിലും ജെന്റ്സ് ആണെങ്കിലും മുടി കൊഴിച്ചിലുള്ള ആൾക്കാരാണ്. നമ്മൾ എന്ത് തേച്ചിട്ടും എന്ത് ഉപയോഗിച്ചിട്ടും മുടി കൊഴിച്ചിൽ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലാബിൽ പോയിട്ട് ഡോക്ടറെ കണ്ടതിന് ശേഷം നിങ്ങൾ എന്താ പറയാ നിങ്ങളുടെ കാൽഷ്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ചിലപ്പോ നമുക്ക് നിസ്സാരമായിട്ടുള്ള കാര്യമായിരിക്കും, പക്ഷെ നമ്മൾ അതിനു വേണ്ടി ഒരുപാട് കാശ് കളഞ്ഞിട്ടുണ്ടാവും മുടി കൊഴിച്ചിലുള്ള ആൾക്കാര്. അപ്പൊ അതൊന്ന് നോക്കി നോക്കാം. നമ്മളെ മുടി കൊഴിച്ചിലിന് ഒരു പ്രധാനപ്പെട്ട കാരണം
കാൽഷ്യത്തിന്റെ കുറവാണ്. അതേപോലെ തന്നെ കിഡ്നി സ്റ്റോൺ വരാതെ സംരക്ഷിക്കുന്നു. സാധാരണ നമ്മള് കാൽഷ്യം കൂടുതൽ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കവിടെ കിഡ്നി സ്റ്റോൺ വരില്ലേ? അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റിൽ ഞെരിഞ്ഞിരി ചേർത്തിട്ടുള്ളത് കൊണ്ട് എന്താണ് കിഡ്നി സ്റ്റോൺ വരാതെ സംരക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് നല്ല രീതിയിൽ ശരീരം വലിച്ചെടുക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ എന്ത് കഴിച്ചാലും ശരീരത്തിൽ പിടിക്കാത്ത ആൾക്കാരാണ് കുറെ ആൾക്കാരിൽ. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്, എന്ത് കഴിച്ചാലും ശരീരത്തിൽ പിടിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് നല്ല രീതിയിൽ ഇത് ശരീരം വലിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഈ ഒരു നാച്ചുറൽ നാക്സിയത്തിൽ നിന്നും ഇനി പശുവിൻ പാലിൽ നിന്ന് എടുത്തിട്ടുള്ള കാൽഷ്യമാണ്. അതോടൊപ്പം തന്നെ എന്താണ് ഞെരിഞ്ഞിലും തിപ്പിലും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഒരു ക്യാപ്ലെറ്റിൽ നിന്ന് 33% കാൽഷ്യമാണ് നൽകുന്നത്. ഒരു ക്യാപ്ലെറ്റ് നമുക്ക് 33% കാൽഷ്യമാണ് നൽകുന്നത്. ഈ ഒരു കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ആദ്യത്തെ പ്രൊഡക്റ്റ് ആണ് നാക്സിയം ക്യാപ്ലെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്. ഇനി ഈ ഒരു നാക്സിയത്തിനെ കുറിച്ച് നമുക്ക് ഇത്രയാണ് പറയാനുള്ളത്. ഇനി ഇതിന്റെ കൂടുതൽ നമ്മൾ വേറൊരു പ്രൊഡക്റ്റിനെ കുറിച്ചും കൂടി എടുക്കുന്നുണ്ട്. നമുക്ക് പുതുതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് വൈറ്റമിൻ സി. വൈറ്റമിൻ സിനെ കുറിച്ചിട്ട് നമുക്ക് ചെറിയൊരു ക്ലാസ്സും കൂടി എടുക്കാം, ടൈം ഉള്ളതുകൊണ്ട്. അപ്പൊ വൈറ്റമിൻ സി, എനിക്ക് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ ഒരു റമദാന് ഞാൻ 30 ദിവസം വൈറ്റമിൻ സി യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ഒരു ക്ഷീണോ അല്ലെങ്കിൽ ഒരു തളർച്ചയോ നോമ്പ് തുറന്നിട്ടായാലും നോമ്പ് എടുത്തിട്ടാണെങ്കിലും അനുഭവപ്പെട്ടിട്ടില്ല. അത്രയും നല്ലൊരു പ്രൊഡക്റ്റ് ആണ് വൈറ്റമിൻ സി ടാബ്ലറ്റ്. ചൂയബിൾ ടാബ്ലറ്റ് ആണ്. അതായത് നമ്മൾ വായിലിട്ടിട്ട് അങ്ങനെ പതുക്കെ മിഠായി ഒക്കെ നുണഞ്ഞിറക്കുന്ന പോലെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഓറഞ്ചിന്റെ ഫ്ലേവർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. സാധാരണ നമ്മള് പ്രൊഡക്റ്റ് കഴിക്കുമ്പോൾ ഗുളികൊക്കെ കഴിക്കുന്ന പോലെ നമ്മൾ കഴിക്കാറ്. ഈ ഒരു പ്രൊഡക്റ്റിന് അതിന്റെ ആവശ്യം വരുന്നില്ല. നമ്മൾ മിഠായി കഴിക്കുന്ന പോലെ നമുക്ക് കഴിക്കാം. അപ്പൊ വൈറ്റമിൻ സി, സിങ്ക്, ആംല, ടർമറിക് ആൻഡ് ചൂയബിൾ ടാബ്ലറ്റ്. അതായത് ഇതൊരു ചൂയബിൾ ടാബ്ലറ്റ് ആണ്. നമുക്ക് ചവച്ചരച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഓറഞ്ചിന്റെ ഫ്ലേവർ വരുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇത് നമുക്കൊരു കാൻഡി, ഒരു മിഠായി കഴിക്കുന്ന പോലെ കഴിക്കാവുന്നതാണ്. ഇതിൽ അടങ്ങിയിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് ഇതിൽ പറയുന്നത് ആംല, നെല്ലിക്കയാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പൊ നെല്ലിക്കയുടെ ഗുണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ളതാണ് ആംല അല്ലെങ്കിൽ നെല്ലിക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെന്താണ്, അതിൽ ഏറ്റവും കൂടുതൽ ആന്റി ഓക്സിഡന്റ് ആണ് അടങ്ങിയിട്ടുള്ളത്. നമ്മളിപ്പോ ഈ ഒരു കമ്പനിയിൽ വന്നതിന് ശേഷം നമ്മൾ എപ്പോഴും നമ്മുടെ പ്രൊഡക്റ്റിന്റെ ക്ലാസ് ഒക്കെ കേൾക്കുമ്പോൾ കൂടുതലായിട്ട് കേട്ടിട്ടുള്ള ഒരു വാക്കാണ് ആന്റി ഓക്സിഡന്റ്. എന്താണ് ആന്റി ഓക്സിഡന്റ്? നമ്മൾ 95-ൽ ഒരുപാട് ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ കുറെ പ്രൊഡക്റ്റിൽ ആന്റി ഓക്സിഡന്റ് റിച്ച് ആണ്. അതേപോലെ തന്നെ നമുക്ക് വൈറ്റമിൻ സിയിലും ആന്റി ഓക്സിഡന്റ് റിച്ച് ആണ്. എന്താണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള, അതായത് നമ്മുടെ ശരീരത്തിന് കുറെ ന്യൂട്രിയൻസ് ആവശ്യമുണ്ട്, ആവശ്യമുള്ള പോഷണങ്ങൾ ഉണ്ട്. നമ്മൾ എന്തൊക്കെയാണ് കഴിക്കേണ്ടത് അതിൽ നമുക്ക് ആവശ്യമുള്ള പോഷണങ്ങൾ കിട്ടുന്നില്ല. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആ ഒരു പോഷണത്തിനെയാണ് എന്ത് പറയുന്നത്, ആന്റി ഓക്സിഡന്റ് എന്ന് പറയുന്നത്. പേര് കേൾക്കുമ്പോ എന്തോ വലിയ സംഭവമാണ്, പക്ഷെ ഇതിനെ കുറിച്ചിട്ട് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ആന്റി ഓക്സിഡന്റ് എവിടെ കണ്ടാലും നമ്മളെടുത്ത് കഴിക്കും. ക്യാൻസർ പോലുള്ള അസുഖങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കോശങ്ങളെ സജ്ജമാക്കി നിർത്തുന്ന ഒരു ഘടകമാണ് എന്താണ് ആന്റി ഓക്സിഡന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിൽ നമുക്ക് ആംലയിൽ അത് നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. നെല്ലിക്കയില് പ്രായാധിക്യം മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നെല്ലിക്ക ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം എന്താണ് ഒരു ആന്റി ഏജിങ്, അതായത് നമ്മള് യുവത്വം നിലനിർത്താൻ വേണ്ടിയിട്ട് നെല്ലിക്ക, സൗന്ദര്യവർദ്ധക കാര്യത്തിൽ നമുക്ക് നെല്ലിക്ക ഒരു പടി മുന്നിലാണ്. നമുക്ക് ഷുഗറിന്റെ കൺട്രോൾ കുറക്കാൻ വേണ്ടിയിട്ട് നെല്ലിക്കാനെ കൊണ്ട് സഹായിക്കും. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമുക്ക് പുതിയൊരു അറിവാണ് ആന്റി ഓക്സിഡന്റ് റിച്ച് ആണ് നെല്ലിക്ക എന്നുള്ളത്. പിന്നെ വരുന്നത് എന്താണ്, ഇമ്മ്യൂൺ സിസ്റ്റം സപ്പോർട്ട് ചെയ്യണം. കാരണം നമുക്ക് രോഗപ്രതിരോധ ശേഷി ഉണ്ടെങ്കിൽ തന്നെയാണ് നമ്മൾ എന്ത് കഴിച്ചാലും നമുക്ക് ശരിയാവുള്ളൂ. അല്ലെങ്കിൽ ചെറിയ ഒരു പ്രശ്നം വരുമ്പോഴത്തേനും നമുക്ക് എന്ത് വരും, പെട്ടെന്ന് അസുഖങ്ങള്. സാധാരണ ഇപ്പൊ ഒരു ജലദോഷം വന്ന് നമുക്ക് ഒരു ദിവസം കൊണ്ട് ഇത് മാറിപ്പോവാതെ ദിവസങ്ങളോളം അത് നിൽക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് പനി വരും. ഇതൊക്കെ നമുക്ക് എന്താ ഉണ്ടാവുന്നത്, രോഗപ്രതിരോധ ശേഷി കുറയുമ്പോഴാണ്. നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികളാണ് അല്ലെ. അപ്പം ആ ക്ലാസ്സിലെ മൊത്തം മക്കൾക്ക് പനി വന്ന് ഡോക്ടറെ കാണിച്ചാലും നമ്മുടെ കവചപ്രാശമൊക്കെ കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്കൊന്നും പെട്ടെന്ന് അങ്ങനെ ഒരു ഡോക്ടറെ അടുത്ത് പോകേണ്ട ഒരു പ്രശ്നം വരുന്നില്ല. പനി വരും, അത് മാറിപ്പോവും. വലിയ സീരിയസ് ആയിട്ടോ അതല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിട്ടോ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന രീതിയിൽ അത് വരുന്നില്ല. അതൊക്കെ നമ്മൾക്ക് എന്താണ്, നമ്മളെ പ്രോഡക്റ്റ് കഴിക്കുന്നതിന്റെ ഒപ്പം തന്നെ നമുക്ക്
എന്ത് കിട്ടുന്നുണ്ട്? രോഗപ്രതിരോധ ശേഷി കിട്ടുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ വൈറ്റമിൻ സിയിലും ഇമ്മ്യൂണോ സിസ്റ്റം നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ലിവറിന്റെ ഹെൽത്തിനെ സംരക്ഷിക്കുന്നു. നമ്മള് ഇത്ര കാലം നമുക്ക് ലിവാഗൈനെ കുറിച്ചിട്ട് അറിയുള്ളൂ. ലിവാഗൈനാണ് നമ്മുടെ കരളിന്റെ സംരക്ഷണം ഏറ്റെടുത്തിട്ടുള്ള ആളെന്നാണ് നമുക്കറിയാം. ഇപ്പൊ നമുക്ക് വൈറ്റമിൻ സിയും കൂടി നമ്മുടെ ലിവറിന്റെ ഹെൽത്തിനെ സംരക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, പ്രോഗ്രസ്റ്റീവ് സിസ്റ്റം പ്രോപ്പർ ആക്കുന്നു. പിന്നെ വരുന്നത് ബ്ലഡ് ഷുഗർ ലെവല് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. നമുക്കറിയാം നെല്ലിക്കയില് ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്, നമ്മുടെ ബ്ലഡ് ഷുഗർ ഒക്കെ ലെവൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ വരുന്നത് മഞ്ഞളാണ്, ടർമറിക്. ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. അതായത് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ നീർക്കെട്ടുകൾ ഉണ്ടാവും, നമ്മൾക്ക് കാണാൻ കഴിയാത്ത ഭാഗങ്ങൾ. നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ കാണാൻ പറ്റില്ലല്ലോ, പക്ഷെ എന്താണ്, നമുക്കറിയാം നീർക്കെട്ടുണ്ട്, വേദനകൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും നീർക്കെട്ടുണ്ട്, വേദന ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയും. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ആന്റി ഓക്സിഡന്റ് ആണ്. അതേപോലെ തന്നെ ജോയിന്റ് ഹെൽത്തിന് വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. നമ്മൾ ജോയിന്റ്സ് ഒക്കെ വരുന്ന ഭാഗത്ത് എന്താ പറയാ, അവിടുത്തെ ഹെൽത്ത് നല്ല രീതിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് വൈറ്റമിൻ സി നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ സ്റ്റെപ്പ് ഒക്കെ കയറുമ്പോൾ ചില ആൾക്കാർക്ക് കാലൊക്കെ ഭയങ്കര വേദന ആവും. അതിനൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് കഴിച്ചിട്ട് റിസൾട്ട് കിട്ടിയ ആൾക്കാരുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബ്രെയിനിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നു. നമുക്ക് ശരീരത്തിൽ എന്ത് പറ്റി കഴിഞ്ഞാലും നമുക്ക് അതിനൊക്കെ ഒരു ചികിത്സ ഉണ്ടാവും. പക്ഷെ നമ്മൾ ബ്രെയിനിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ചികിത്സ ഇല്ലാഞ്ഞിട്ടില്ല, പക്ഷെ അത് കുറച്ച് റിസ്ക് ആണല്ലേ. അപ്പൊ നമ്മള് മറ്റുള്ള എല്ലാ അവയവങ്ങളും സംരക്ഷിക്കുന്ന പോലെ തന്നെ നമ്മൾ ബ്രെയിനിന്റെ ആരോഗ്യത്തിനെ നമ്മൾ സംരക്ഷിക്കണം. അതിനു വേണ്ടിയിട്ടും ഈ ഒരു വൈറ്റമിൻ സി എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു രോഗപ്രതിരോധ ശേഷി ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നതാണ് എന്താണ്, ഇതിൽ വരുന്നത് സിട്രസ് ബയോ ഫ്ലേവർ. അതായത് സാധാരണയായി സിട്രസ് എന്ന കണ്ടന്റ് നമുക്ക് ലഭിക്കുന്നത് എന്താണ്, നാരങ്ങയുടെ അല്ലെങ്കിൽ ഓറഞ്ചിൽ നിന്നല്ലേ. സിട്രസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു ചെറുനാരങ്ങ, ഓറഞ്ചൊക്കെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരിക. അപ്പൊ വൈറ്റമിൻ സി ആക്റ്റീവ് ആകുന്നതിന് വേണ്ടിയിട്ട് സിട്രസിന്റെ പ്രസൻസിന് സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ വരുന്നത് ബ്ലഡ് സർക്കുലേഷൻ ആയാലും ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യാനും ചർമ്മത്തിന് തിളക്കം കിട്ടാനും സഹായിക്കുന്ന ഒന്നാണ് സിട്രസ്. അതായത് ഈ ഒരു വൈറ്റമിൻ സി നമ്മൾ ചില പരസ്യങ്ങളിലൊക്കെ കാണാം, വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യുക, വൈറ്റമിൻ സി ടാബ്ലറ്റ് കഴിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു ബ്ലഡിന്റെ സർക്കുലേഷൻ കൂട്ടാനും ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ നമ്മുടെ ചർമ്മത്തിന് തിളക്കം കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരെണ്ണാണ് എന്താണ്, വൈറ്റമിൻ സി എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ്. പിന്നെ ഇതിൽ അടങ്ങിയിട്ടുള്ളത് സിങ്ക് ആണ്. നമ്മുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായാല് പെട്ടെന്ന് ആ മുറിവ് ഉണങ്ങാൻ സഹായിക്കുന്ന ഒന്നാണ് സിങ്ക്. അപ്പൊ സിങ്കിന്റെ അഭാവം നമ്മുടെ ശരീരത്തിൽ സിങ്ക് ഇല്ലെങ്കിലുള്ള അവസ്ഥ എന്താണ്, നമ്മുടെ ശരീരത്തിലൊക്കെ ഒരു മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ ഇത് ഉണങ്ങി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ സ്കിൻ ഹെൽത്ത്, ഇമ്മ്യൂൺ സപ്പോർട്ട്, വൂണ്ട് ഹീലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുറിവ് ഉണക്കുക. അതുപോലെ തന്നെ ആന്റി ഓക്സിഡന്റ്, ബ്രെയിൻ ഫങ്ഷൻ, അതുപോലെ തന്നെ ഹോർമോൺ ബാലൻസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മളെ വൈറ്റമിൻ സി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ്. പിന്നെ ഇതിൽ വരുന്നത് വൈറ്റമിൻ സി ആന്റി ഓക്സിഡന്റ് ആണ്. അതുപോലെ തന്നെ മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൊളാജൻ വർദ്ധിപ്പിക്കുന്നു. എന്താണ് കൊളാജൻ എന്ന് പറഞ്ഞാല്, സ്കിന്നിന്റെ, നമ്മളുടെ ചർമ്മത്തിന്റെ സംരക്ഷണം. അതായത് ചർമ്മം ഡാമേജ് ഒന്നും ആവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ് കൊളാജൻ. നമ്മൾ ഒരു പ്രായം ആയിക്കഴിഞ്ഞാൽ ഒരുപാട് വെയിൽ കൊള്ളുന്നതിന്റെ ഭാഗമായിട്ട്, അതുപോലെ തന്നെ നമ്മളൊരു ഏജ് ആവുമ്പോ തന്നെ നമ്മുടെ ശരീരത്തിന് ഓരോ മാറ്റങ്ങൾ വരും അല്ലെ, കൊളാജൻ നഷ്ടപ്പെടും. ആ ഒരു കൊളാജൻ നഷ്ടപ്പെടാതെ നമ്മുടെ സ്കിന്നിന് ആ ഒരു തിളക്കവും അതേപോലെ തന്നെ സ്കിന്നിന്റെ സംരക്ഷണത്തിനൊക്കെ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് വൈറ്റമിൻ സി. അതുപോലെ തന്നെ ഇമ്മ്യൂൺ സപ്പോർട്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹൃദയത്തിനെ സംരക്ഷിക്കുന്നുണ്ട്. നമ്മളുടെ ഹൃദയം മെയിൻ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ വൈറ്റമിൻ സിയും നമ്മളുടെ ഹാർട്ടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്കിന്നിന്റെ ആരോഗ്യത്തിനെ സംരക്ഷിക്കുന്നു. അതേപോലെ തന്നെ റെഡ്യൂസിങ് ഏജിങ്, പിഗ്മെന്റേഷൻ, നമ്മളുടെ തൊലിപ്പുറത്തുണ്ടാവുന്ന പ്രശ്നങ്ങളാണല്ലോ ഇതൊക്കെ.
റിങ്കിൾസ്, ചുളിവുകള്, അതേപോലെ തന്നെ പിഗ്മെന്റേഷൻ ഒക്കെ വരുന്നത്. അപ്പൊ ഇതൊക്കെ മാറ്റിയിട്ട് നമ്മുടെ സ്കിന്ന്, നമ്മുടെ ചർമ്മം ഒന്ന് ബ്രൈറ്റനിങ്ങും ആക്കാൻ വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യുന്ന, യൂത്ത്ഫുൾ സ്കിൻ ആക്കാൻ വേണ്ടിയിട്ട്, റെഡ്യൂസ് റിങ്കിൾസ്, അതുപോലെ തന്നെ സ്കിന്നിന് നല്ല ടെക്സ്ചർ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് വൈറ്റമിൻ സി. അപ്പൊ വൈറ്റമിൻ സി പ്രൊഡക്റ്റ് കഴിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ നമ്മളെ ഗ്രൂപ്പിലുണ്ട്. അപ്പൊ പുതുതായിട്ട് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുന്നത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആയി. കാരണം എനിക്ക് നോമ്പിന് ഈ ഒരു പ്രൊഡക്റ്റ് കഴിച്ചിട്ട് യാതൊരുവിധ ക്ഷീണോ അല്ലെങ്കിൽ നമുക്ക് ക്ഷീണം എന്തെന്നാ പറയാ പറയില്ല, പക്ഷെ ചില ആൾക്കാർ പറയും ക്ഷീണം ഉണ്ടെങ്കിൽ ക്ഷീണം ഇല്ല എന്ന് പറയും. പക്ഷെ ഇത് അങ്ങനെയല്ല. ഈ ഒരു പ്രൊഡക്റ്റ് കഴിച്ചിട്ട് നല്ല മാറ്റം ഉണ്ടായിരുന്നു നമുക്ക്. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഇത്രയും ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് കിട്ടുകയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ആണ് ഇന്നത്തെ 2 പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ക്ലാസ് എടുത്തിട്ടുള്ളത്. ഇനി ആർക്കെങ്കിലും ഈ പ്രൊഡക്റ്റ് കഴിച്ചിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വന്നിട്ട് റിസൾട്ട് പറയാം. അപ്പൊ ആ റിസൾട്ട് പറയുമ്പോ മറ്റുള്ളവർക്കും കൂടിയിട്ട് അത് കൂടുതൽ എന്താ പറയാ അറിവാണ് കിട്ടുന്നത്. ഇപ്പൊ നമ്മൾ ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാസ് ആണ് തന്നിട്ടുള്ളത്. പക്ഷെ ഇത് ഇനി കഴിച്ചിട്ട് റിസൾട്ട് നോക്കണ്ടേ. അപ്പം നിങ്ങൾ റിസൾട്ട് കിട്ടിയ ആൾക്കാര് വിളിക്കാൻ കാത്തിക്കണ്ട, പെട്ടെന്ന് വരിക. നിങ്ങൾ